കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തെ വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ചങ്ങനാശ്ശേരിയുടെ നല്ല നേരം, അതാണ് പുതിയ മുദ്രാവാക്യം. നല്ലൊരു സ്റ്റേഡിയം ചങ്ങനാശ്ശേരിക്കാർക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇനി അടുത്തൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതിനും അടുത്ത പ്രാവശ്യത്തെ എൻ്റെ MLA സ്ഥാനം കൊണ്ട് ചങ്ങനാശ്ശേരിക്കാർക്ക് നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ചങ്ങനാശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ജോബ് മൈക്കിൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പത്രികയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും എല്ലാ പഞ്ചായത്തിലും കുറിച്ചി, വാഴപ്പള്ളി, മാടപ്പള്ളി, തൃക്കുടുത്താനം, പായിപ്പാട്, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും വൻപിച്ച ഭൂരിപക്ഷം കിട്ടും. ജനങ്ങൾ വികസനത്തെ അംഗീകരിക്കും. ചങ്ങനാശ്ശേരി വന്ന മാറ്റം, ഒരു പുതിയ ചങ്ങനാശ്ശേരി എന്നുള്ള മുദ്രാവാക്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉയർത്തിയതെങ്കിൽ ഇപ്രാവശ്യം ചങ്ങനാശ്ശേരിയുടെ വികസനം ഒരു പരിധിയിലധികം കൂടുതൽ കൊണ്ടുവരാൻ ചങ്ങനാശ്ശേരി നല്ല നേരമാണ്. അതാണ് പുതിയ മുദ്രാവാക്യം. ചങ്ങനാശ്ശേരിയുടെ നല്ല നേരം. ആശുപത്രി കെട്ടിടമാണേലും സ്റ്റേഡിയമാണേലും പുതിയ ഓഫീസുകളാണേലും അതോടൊപ്പം തന്നെ കുടിവെള്ളമാണേലും ഇതെല്ലാം ഒരു പരിധിവരെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ KSRTC ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ഇനിയും അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ആരംഭിക്കണം, KC ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ആരംഭിക്കണം. ഇതെല്ലാം ടെൻഡർ നടപടി പൂർത്തീകരിച്ചതാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ ഉണ്ടാകും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. മൊത്തത്തിലൊരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ അത്ര ഒരു പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ? അതെ, എല്ലാ ജനങ്ങളും ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ മതചിന്തയില്ലാതെ സമൂഹത്തെ ഒന്നായി കണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചതുകൊണ്ട് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അംഗീകാരം എൻ്റെ പ്രതീക്ഷ വളരെ വർദ്ധിപ്പിക്കുന്നു. വളരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തെ വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ചങ്ങനാശ്ശേരിക്കാരോട് എന്താണ് പറയാനുള്ളത്? ചങ്ങനാശ്ശേരിക്കാരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറുന്നു. അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ തന്ന വിലയേറിയ വോട്ടുകളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാക്കിയത്. തീർച്ചയായും ഇനി അവർ നൽകുന്ന അവരുടെ വിലയേറിയ വോട്ടുകൾ പാഴാകില്ല എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ വോട്ടുകളിലൂടെ ചങ്ങനാശ്ശേരിക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം നമ്മുടെ നാട്ടിലുണ്ടാകും. ഞാൻ ഓർക്കുന്നത് മലയാള മനോരമയിൽ നമ്മുടെ PJ ജോസഫ് സാറ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്റ്റേഡിയം അദ്ദേഹത്തിന് തൊടുപുഴ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത, 4.5 വർഷം കൊണ്ട് നല്ലൊരു സ്റ്റേഡിയം ചങ്ങനാശ്ശേരിക്കാർക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇനി അടുത്തൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അതിനും അടുത്ത പ്രാവശ്യത്തെ എൻ്റെ MLA സ്ഥാനം കൊണ്ട് ചങ്ങനാശ്ശേരിക്കാർക്ക് നല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ പല പദ്ധതികളും. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും. ചങ്ങനാശ്ശേരിയുടെ സിറ്റിംഗ് MLAയും LDF സ്ഥാനാർത്ഥിയുമായ ജോബ് മൈക്കിളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചങ്ങനാശ്ശേരിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇക്കുറിയും അദ്ദേഹം ജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് ജോബ് മൈക്കിൾ പങ്കുവയ്ക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.